കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. CSSM പ്രതിദിന ധ്യാനത്തിൽ പങ്കെടുക്കുന്നതിനായി എനിക്കും ഒരു അവസരം തന്ന ദൈവത്തോടും CSSM ഭാരവാഹികളോടുമുള്ള നന്ദി ആദ്യം തന്നെ ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ പ്രതിദിന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 42 മുതൽ 45 വരെയുള്ള വേദഭാഗങ്ങളാണ്. കർത്താവായ യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച അത്ഭുത പ്രവർത്തിക്ക് ശേഷം അവിടെയുണ്ടായിരുന്ന പുരുഷാരത്തെയെല്ലാം പറഞ്ഞയക്കുന്നു. തൻ്റെ ശിഷ്യന്മാരെയും യേശു പടകു കയറി ബത്സേദയ്ക്ക് നേരെ മുന്നോടുവാൻ നിർബന്ധിക്കുന്നു. അതിനുശേഷം പ്രാർത്ഥിക്കുവാനായി മലയിലേക്ക് യേശു കയറിപ്പോകുന്നു. വളരെ അധികം സമയം പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിനെയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അതിനുശേഷം കാറ്റിൻ്റെ പ്രതികൂലാവസ്ഥയിൽ കടലിൻ്റെ നടുവിൽ തണ്ടു വലിച്ചു കഷ്ടപ്പെടുന്ന ശിഷ്യന്മാരെ വൈകുന്നേരമാകുമ്പോൾ യേശു കാണുന്നു. രാത്രിയുടെ 4-ാം യാമത്തിൽ കടലിലൂടെ നടന്ന് പടകിൻ്റെ അരികിലെത്തിയ യേശുവിനെ കണ്ട് ഭൂതമാണെന്ന് ശിഷ്യന്മാർ തെറ്റിദ്ധരിച്ച് ഭയപ്പെടുന്നു. അവർ ഭയപ്പെട്ട് നിലവിളിക്കുന്നതാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. യേശുവിൻ്റെ കൂടെ നടന്ന യേശുവിൻ്റെ അത്ഭുത പ്രവർത്തികൾക്ക് സാക്ഷ്യം വഹിച്ച ശിഷ്യന്മാർ യേശു ഒരു ഭൂതമാണെന്ന് കരുതുന്നു. അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നാം കാണുന്നത്. ധൈര്യപ്പെടുവീൻ, ഞാൻ തന്നെയാകുന്നു എന്ന് യേശു അവരോട് പറയുമ്പോൾ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചു കൊണ്ടുവരുന്നു. യേശുവിൻ്റെ സാന്നിധ്യം പടകിലുണ്ടായിരുന്നപ്പോൾ കാറ്റും കോളും ഇല്ലാതെയാകുന്നു. നമ്മുടെ ജീവിതത്തിലും പ്രതികൂലാവസ്ഥകൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസവും നഷ്ടപ്പെട്ടു പോകുന്നു. ഇവിടെ ശിഷ്യന്മാർക്ക് സംഭവിച്ചതും അതുതന്നെയാണ്. 52-ാം വാക്യത്തിൽ അവരുടെ ഹൃദയം കടുത്തിരുന്നതുകൊണ്ട് അപ്പത്തിൻ്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല എന്ന് പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിന് എല്ലാം സാധ്യമാണെന്ന് അവർ മറന്നുപോയി. അവരുടെ ഹൃദയം കടുത്തു പോകുന്നു. ഏതു പ്രതിസന്ധി ഘട്ടത്തിലും കർത്താവായ യേശുക്രിസ്തു നമ്മോടുകൂടെ ഉണ്ട് എന്ന വിശ്വാസം നമുക്കുണ്ടാവണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ കർത്താവേ, അടിയങ്ങൾ കേട്ട വചനപ്രകാരം അങ്ങ് ഞങ്ങളോട് കൂടെ ആയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുള്ള വിശ്വാസം അല്പം പോലും കുറയാതെ നിങ്ങളുടെ ഹൃദയം അവിടുത്തെ പാദവീക്ഷണത്തിൽ ആയിരിക്കാൻ ഇടയാക്കണമേ.